ഹായ് ഫ്രണ്ട്സ്, അജിന്ത്യ ബ്രിസ ഫാമിലി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഒന്ന് പുറത്തേക്ക് പോവാണ്, ഒന്ന് കറങ്ങാനായിട്ട്. എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ട്. അപ്പോൾ ഫ്രണ്ടിൻ്റെ കൂടെ ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പുറത്ത് പോകാറുണ്ടെന്ന് പറയാറുണ്ട് ഉണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഞങ്ങളുടേതായ ഒരു ലോകത്തേക്ക് നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് കുറച്ച് കറങ്ങാനൊക്കെ ആയിട്ട് ഒന്ന് പോവാണ്. അപ്പം എൻ്റെ ഫ്രണ്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു രസമല്ലേ. അപ്പോൾ ഫ്രണ്ടിനെ കാണിക്കില്ല, അത് താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിങ്ങനെ കറങ്ങാൻ പോണതൊക്കെ ഞാൻ സ്ഥലങ്ങളൊക്കെ പറ്റാവുന്നതൊക്കെ ഞാൻ കാണിക്കാം. എനിക്കിതൊക്കെ സന്തോഷമാണ്. അപ്പം എൻ്റെ ഈ ഷോളുണ്ടല്ലോ, ഞാൻ കാണിച്ചു തരേ. ഈ ഷോള് ഞാൻ ജയലക്ഷ്മിന്ന് എടുത്തതാണ് കേട്ടോ. ജയലക്ഷ്മിയുടെ ഞങ്ങളിതുപോലെ ഒരിക്കൽ കറങ്ങാൻ പോയപ്പോൾ ആ സമയത്ത് എടുത്തതാണ് ഞാൻ. അപ്പോൾ അജിന്ത്യ ബ്രിസ ഫാമിലി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കാവടി തുള്ളി ബസ്സിലൊക്കെ തക്കടെ ഓടിക്കയറി അങ്ങനെ ഗുഡ്വില്ലേക്ക് എത്തിയിട്ടോ. ഞങ്ങൾ ഗുഡ്വില്ല് നല്ല കളക്ഷൻസ് ഉണ്ട്. നമ്മൾക്ക് നെയിൽ പോളിഷും ലിപ്സ്റ്റിക്കൊക്കെ ഒന്ന് മേടിക്കാനായിട്ടാണ് കേട്ടോ അങ്ങോട്ട് വന്നത്. അപ്പോൾ ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ടെന്ന് മനസ്സിലായി. ഇടയ്ക്ക് വരുമ്പോൾ നമുക്കറിയാലോ. അപ്പം അങ്ങനെ ഇവിടെ നല്ല നല്ല കളക്ഷൻസ് വരുമ്പോൾ നമുക്ക് ഇഷ്ടമാണ് ഇങ്ങനെ അതൊന്ന് വിസിറ്റ് ചെയ്യുക, ഒന്ന് കറങ്ങിയടിച്ച് നടക്കുക. വല്ലപ്പോഴൊക്കെ ഈ കടയിലകത്ത് കയറി ഒന്ന് കടയ്ക്ക് ചുറ്റും ഒന്ന് നടക്കുമ്പോൾ തന്നെ അകത്തോടെ ഇങ്ങനെ നടക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ. എനിക്കങ്ങനെ സന്തോഷം. എല്ലാം കണ്ടും കേട്ടും ഇങ്ങനെ നടക്കാന്നുള്ളത്. നല്ല വെപ്പുമുടികളൊക്കെ ഉണ്ട് കേട്ടോ, അടിപൊളി സ്റ്റൈൽ ചെയ്യാനുള്ളത്. എനിക്കിവിടെ വരുമ്പോഴത്തെ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്നറിയോ, എൻ്റെ കല്യാണം നിശ്ചയത്തിന് ശേഷം നമുക്ക് ഒത്തിരി സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് ഞാനും എൻ്റെ ഹസ്ബൻഡും സിസ്റ്റർ ലോസും കൂടെ എനിക്ക് മേടിച്ച് തരാനായിട്ട് ഇവിടേക്കാണ് കേട്ടോ വന്നത്. ഒരുപാട് പൊട്ടുകൾ, കമ്മലുകൾ, പിന്നെ അതേപോലെ നമ്മൾ വളകൾ, മാലകൾ, എല്ലാം ഉണ്ടകൾ, നമ്മൾ തലയിമിടുന്ന ബണ്ണുകൾ, ക്ലിപ്പുകൾ എല്ലാം എനിക്ക് ഇവിടെ നിന്ന് അവർ പർച്ചേസ് ചെയ്ത് തന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ നടക്കുമ്പോൾ നമുക്ക് ആ മെമ്മറീസാണ്. എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ് കല്യാണം വരെയുള്ള ഒരു നിമിഷം എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക മൊമെൻ്റാണല്ലോ അത്. ആ മൊമെൻ്റ് നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് മറക്കാനായിട്ട് സാധിക്കില്ലല്ലോ. അപ്പം അന്നുണ്ടായിരുന്ന ഒരു സന്തോഷം എന്ന് പറഞ്ഞ ഒരു പ്രത്യേകതയാണല്ലോ. അപ്പം അതിനെക്കുറിച്ച് ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. കാരണം ആ ഏരിയയിലേക്കൊക്കെ പോകുമ്പോൾ എനിക്ക് ആ ഓർമ്മകളാണ് എനിക്ക് വരുന്നുണ്ടായിരുന്നത്. അങ്ങനെ അത് ഇങ്ങനെ പറഞ്ഞാൽ നമുക്ക് മതിയാവുന്നില്ല. അതുകൊണ്ടാണ് കേട്ടോ അതിങ്ങനെ. അപ്പോൾ അവിടെ പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് ശബ്ദം നമുക്ക് വോയിസ് ഓവർ കൊടുക്കാതെ പറ്റില്ലല്ലോ, പാട്ട് വെക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നത്. പിന്നെ പറയാതിരിക്കാൻ പറ്റില്ല, നല്ല കളക്ഷൻസ് ഉണ്ട്, നല്ല അടിപൊളി. അപ്പോൾ നമ്മൾ അതിങ്ങനെ ലിപ്സ്റ്റിക്ക് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ആ സെക്ഷനിലേക്ക് പോയി. അങ്ങനെ ലിപ്സ്റ്റിക്കൊക്കെ നമ്മൾ നല്ല ഷെയ്ഡ്സൊക്കെ നോക്കി. പിന്നെ എന്താ ഞാൻ ഫൗണ്ടേഷൻ ഇട്ട് നോക്കുകയാണ്, ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ് കേട്ടോ. ഞാൻ ശരിക്കും ഫൗണ്ടേഷൻ അധികം യൂസ് ചെയ്യാറില്ല, കാരണം എൻ്റെ മുഖം നല്ല പോലെ വിയർക്കും. അപ്പോൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ നല്ല പോലെ, എ സിയിലിരിക്കുമ്പോൾ കുഴപ്പമില്ല, പുറത്തിറങ്ങുമ്പോൾ നല്ല പോലെ വിയർക്കും. അപ്പോൾ ഇതിട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എ സിയിൽ ഇരിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു ഫിനിഷിംഗ് ആയിട്ടിരിക്കുക. പിന്നെ ഇങ്ങനെ വയർത്തൊലിച്ചൊരു സുഖം ഉണ്ടാവില്ല നമുക്ക്. കാരണം ഞാൻ മേക്കപ്പ് പൊതുവേ യൂസ് ചെയ്യാറില്ല. അതായത് മോയ്സ്ചറൈസറും അതുപോലെ സൺസ്ക്രീനും മാത്രമാണ് ഞാൻ പുറത്തിറങ്ങുമ്പോൾ യൂസ് ചെയ്യാറ്. അപ്പോൾ മേക്കപ്പൊക്കെ കഴിഞ്ഞപ്പോൾ കാണാൻ കൊള്ളാം അല്ലേ, ചുന്തിരിയായിട്ടില്ലേ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഭക്ഷണം കഴിക്കാനായിട്ട് ബീനി ഹെറിറ്റേജിലേക്കാണ് കേട്ടോ വന്നത്. അവിടെ നല്ല ആംബിയൻസ് ആണല്ലോ അവിടെ ഇരിക്കാൻ, സംസാരിക്കാൻ. അപ്പോൾ ഈ സമയത്ത്, ഈ ഭക്ഷണം കഴിക്കാനിരിക്കുന്ന ഈ സമയത്താണ് നമ്മൾ ഈ ലോകകാര്യങ്ങളെക്കുറിച്ച് നമ്മൾ കൂടുതൽ സംസാരിക്കുക. അങ്ങനെ നമ്മൾ അടുക്കളയിൽ പാല് തിളച്ചു പോയത് മുതൽ വീട്ടിലേക്ക് വരുന്ന ചെറിയ ഉറുമ്പുകളോട്, ഉറുമ്പിൻ്റെ വിവിധ രൂപങ്ങളെ വരെ ഇവിടെ ഇരുന്ന് സംസാരിക്കും നമ്മൾ. അപ്പം അത്രയും ഒരുപാട് സംസാരിച്ചാലും തീരാത്ത അത്ര നമുക്ക് സംസാരിക്കാനുണ്ടാവും. നമ്മൾ എപ്പോഴും എന്താ പറയുക, ഫോണിലൂടെ ഒക്കെ നമ്മൾ സംസാരിക്കുന്നുണ്ടാവും. നമ്മൾ ഷവായി ചിക്കൻ, പിന്നെ പെരി പെരി ചിക്കൻ, അൽഫാം, അതാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് കഴിച്ചുകൊണ്ട് സംസാരിക്കുക എന്നുള്ളത്
എന്താ വെച്ചാൽ നമുക്ക് ഇപ്പോഴും ഭക്ഷണം കഴിക്കുന്ന നേരത്ത് നമ്മൾ ലഞ്ചൊക്കെ കഴിക്കുന്ന നേരത്ത് ഹസ്ബൻഡ് ഉണ്ടാവാറില്ലല്ലോ, ആൾ ഓഫീസിലായിരിക്കും. അപ്പം നമ്മൾ എപ്പോഴും ഒറ്റയ്ക്കായിരിക്കും ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇപ്പോൾ നമുക്കൊരാൾ ഭക്ഷണം കഴിക്കാൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ വാത്തോരാതെ ഇരുന്ന് സംസാരിക്കുമല്ലേ. പിന്നെ നമ്മൾ സംസാരിക്കുന്നത് ക്ഷമയോടുകൂടി കേട്ടുകൊണ്ടിരിക്കാനും ഒരാൾ വേണം. അതായത് നമ്മളെ കേൾക്കാൻ ഒരാൾ എപ്പോഴും ആവശ്യം. അത് നല്ലൊരു സുഹൃത്തായിരിക്കും അല്ലേ. എനിക്കങ്ങനെ പലപ്പോഴും തോന്നാറുണ്ട്. നമ്മളെ കേൾക്കുക എന്നുവെച്ചാൽ നമ്മളൊരു തലയിലേക്കകത്ത് വലിയ വലിയ കാര്യങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ പറയുന്ന നിസ്സാര കാര്യങ്ങൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കാൻ ഒരു സുഹൃത്തിന് മാത്രമല്ലേ സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ വർത്തമാനം പറയുക എന്നുള്ളത് എന്താ പറയുക, ഈട്ടത്തടവില്ലാണ്ട് വിട്ടുകൊടുക്കാണ്ടിരുന്ന് വർത്തമാനം എന്ന് പറയുക എന്നുള്ളത് എൻ്റെ ഒരു ഇതാണല്ലോ. പിന്നെ എനിക്ക് ഒരുപാട് അറിയാലോ, ചെറുപ്പകാലം തൊട്ട് ഞാൻ അനുഭവിച്ചു വന്നിരുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഒക്കെ ഉണ്ട്. അതെനിക്ക് എല്ലാവരുടെ അടുത്തും ഞാനങ്ങനെ ഷെയർ ചെയ്യാറില്ല. ഞാൻ എൻ്റെ മനസ്സ് തുറന്ന് സംസാരിക്കുന്നത് ഈ വ്യക്തിയുടെ അടുത്ത് മാത്രമാണ്, എൻ്റെ സുഹൃത്തിൻ്റെ അടുത്ത്. ഇവളുടെ അടുത്ത് അല്ലാതെ എനിക്ക് ഞാൻ വേറെ ആരുടെ അടുത്ത് ഇങ്ങനെ എന്നെ തുറന്ന് ഞാൻ സംസാരിക്കുക, അല്ലെങ്കിൽ എന്താ പറയുക, ഞാൻ കരയും ചിലപ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്നിട്ട് ഞാൻ തന്നെ കരയാറുണ്ട്. കാരണം അത്രമാത്രം ട്രോമയിലൂടെ അത്രമാത്രം വേദനയിലൂടെ കടന്നിട്ടാണ് ഞാൻ ഇവിടെ വരെ എത്തിയത്. അത് എനിക്കും എൻ്റെ ഹസ്ബൻഡിനും എനിക്കും അതേപോലെ ഇപ്പോൾ ഞാൻ തുറന്ന് ഇവൾക്കും എൻ്റെ അച്ഛനും അമ്മയും ഇവരല്ലാതെ വേറൊരു വ്യക്തികളോട് ഞാനിങ്ങനെ ഷെയർ ചെയ്ത് സംസാരിക്കാറില്ല. എൻ്റെ ലൈഫിലെ കാര്യങ്ങൾ ഞാൻ സംസാരിക്കാറില്ല. അപ്പോൾ A to Z ഞാൻ എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ ഇവളുടെ അടുത്ത് മാത്രമാണ്. അങ്ങനെ ആ ഒരു സന്തോഷം കണ്ടില്ലേ ഞാൻ സംസാരിക്കുമ്പോഴത്തെ ആ ഒരു ഇങ്ങനെ ഒരു ഹാപ്പി മൂഡൊക്കെ വളരെ അപൂർവമാണ് എൻ്റെ അടുത്ത്. ഞാൻ എപ്പോഴും ഹാപ്പിയാണ്, ചിരിച്ചുകൊണ്ടിരിക്കും, എപ്പോഴും ഹാപ്പിയാണ്. പക്ഷെ ഓപ്പൺ ചെയ്ത് നമ്മളെ മനസ്സ് ഓപ്പൺ ചെയ്ത് സംസാരിക്കുക എന്നുള്ളത് വളരെ അപൂർവം ആൾക്കാരുടെ അടുത്ത് മാത്രമേ ഉള്ളൂ. അങ്ങനെ ബർഗർ ഇതൊക്കെ കൊണ്ടു വെച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ബർഗറൊക്കെ വേസ്റ്റ് ആയിപ്പോയിട്ടോ, അധികം കഴിക്കാൻ പറ്റിയില്ല. നമുക്ക് ജ്യൂസ് കുടിച്ച് പിന്നെ അതുപോലെ ചിക്കൻ കഴിച്ചൊക്കെ വരുമ്പോഴേക്കും നമ്മളങ്ങ് ഹെവി ആയിപ്പോയി, ഭയങ്കര ഹെവി ആയിപ്പോയി. അപ്പോൾ അങ്ങനെ അത് കഴിച്ചുകൊണ്ടിരുന്ന് സംസാരിക്കൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബർഗറൊക്കെ അവിടെ ഇരുന്ന് വേസ്റ്റ് ആയിപ്പോയി. അങ്ങനെ കഴിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഇവിടേക്കാണ് വന്നത്, നമ്മളുടെ ഫാസിയോയിലേക്ക് എത്തി. ഫാസിയോയിൽ സൂപ്പർ കളക്ഷൻസ് ആണ്, സൂപ്പർ വിലക്കുറവാണ്. എന്താ പറയുക, സൂപ്പർ വിലക്കുറവ്, ചീപ്പ് റേറ്റ് ആണ്. അപ്പം നമുക്ക് നല്ല സാധനങ്ങളും കിട്ടും, നല്ല വിലക്കുറവിൽ നല്ല സാധനങ്ങൾ കിട്ടാനായിട്ട് ഫാസിയോയിൽ എത്തിയാൽ മതി. പിന്നെ നല്ല ബാഗ് കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. എല്ലാം നമ്മളത് ബാഗൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കിയെന്ന് മാത്രമേ ഉള്ളൂ, ഒന്നും എടുത്തൊന്നുമില്ല. നല്ല വിലക്കുറവുണ്ട്, അതാണ് ഞാൻ എങ്ങനെ എടുത്തത് വെച്ച് നോക്കുന്നത്. പിന്നെ നമ്മുടെ കയ്യിലുള്ളത് കൊണ്ട് അങ്ങനെ വാങ്ങിക്കൂടേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. നമ്മളങ്ങനെ പുറത്ത് എപ്പോഴും ജോലിക്ക് പോകുന്നവരൊന്നുമല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് സാധനങ്ങൾ അങ്ങനെ എപ്പോഴെപ്പോഴും മേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഈ പെട്ടെന്ന് ഇങ്ങനെ കണ്ണുടക്കി വന്നത് കുട്ടികളുടെ സോക്സ് കണ്ടപ്പോൾ. അറിയാലോ, കുട്ടികൾ എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഭയങ്കര വിഷമവും സങ്കടമൊക്കെയാണല്ലോ. അപ്പോൾ അങ്ങനെ കുട്ടികളുടെ സോക്സൊക്കെ നോക്കി, അതിന് ചെരുപ്പുകളൊക്കെ നോക്കി, അതിന് ചെരുപ്പും സോക്സൊക്കെ നോക്കിയും കണ്ടൊക്കെ ഇങ്ങനെ നടന്നു. തിരിച്ചു വീട്ടിലേക്ക്, ഇനി ഇവിടുത്തെ എല്ലാം കഴിഞ്ഞു, ഇനി നേരെ നമ്മുടെ വീട്ടിലേക്ക് പോവാണ്. അപ്പം പർച്ചേസൊക്കെ കഴിഞ്ഞ് ഇനി അടുത്ത പ്രാവശ്യത്തെ വരവിനായിട്ട് കാത്തിരിക്കുകയാണ് ഞങ്ങൾ. അപ്പം അചിന്ത്യ പ്രസ family vlog signing off. Tata, bye bye.